ഒരു സൈക്ലോൺ വന്നാലും ഒരു വാറ് വന്നാലും കമ്പനി പറയാ ഗോ ഹെഡ് എന്ന് പറയുള്ളൂ. ഞങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിക്കണം, ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഒരു പൈറസി അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം, കപ്പലിൽ ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് ചെയ്ത ആൾക്കാർക്ക് മാത്രം അറിയുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എവിടെ നിൽക്കണം, എവിടെ നിൽക്കിയാൽ ഏത് രാജ്യത്തിന്റെ അടുത്ത് പോകും സിഗ്നല്, ഏത് സിറ്റുവേഷൻ ആണെന്ന് എങ്ങനെ അറിയിക്കണം, ഇതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ കാര്യങ്ങളൊക്കെയാണ് കപ്പലിലുള്ളത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന അത്ര മനോഹരമായിട്ടുള്ള പരിപാടിയല്ലേ പ്രൊഫഷൻ എന്ന് വെച്ചാൽ? നല്ല രസം, ലക്ഷങ്ങള് ശമ്പളം, പിന്നെ ഏത് രാജ്യത്ത് വന്നാലും വിസ വേണ്ട, ഒന്നും വേണ്ട, പുറത്തോട്ട് ഇറങ്ങാം. എന്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ US ഈ ഒരു പ്രൊഫഷനിലോട്ട് ഇങ്ങനെ എത്താൻ നോക്കണത്. ഡെയിലി മെസ്സേജ് വരും, ചേട്ടാ എങ്ങനെയാണ്. പക്ഷേ അവരൊക്കെ വെറുതെ കാലത്ത് എന്നിട്ട് പല്ലും കൂടി തേക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാണ്ട് ഇങ്ങനെ റീൽസ് ഞോണ്ടൂലേ, അതുപോലെ എല്ലാ കാര്യങ്ങള് കാണാൻ രസമാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പൊ ഒരു രാജ്യത്ത് പോയിട്ട് അമേരിക്കയിൽ ചെന്ന് 10 പൈസ ഇല്ലാണ്ട് അമേരിക്കയിൽ എത്തി അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ കുറെ എഫേർട്ട് ഉണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇപ്പൊ അല്ലെങ്കിൽ ആരെങ്കിലും എന്നാ ഇങ്ങനെ അടിപൊളി ഒരു ജോബ് ചെയ്ത് പിടിച്ചോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കഴിയുന്ന ആരെങ്കിലും എടുത്ത് തരും? ഇല്ല. നമ്മ വർക്ക് ചെയ്യണം. മെയിനായിട്ട് ഡിസിപ്ലിൻ. നേവി, മർച്ചന്റ് നേവി, എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസിപ്ലിനാണ് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു സംഭവം എനിക്ക് ഇന്നലത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഓഫീസിൽ പോയിട്ട് ചുമ്മാ പോയാണ്, അവിടെ അടുത്ത് പോയപ്പോ പോയാണ്. അപ്പൊ എന്നോട് അവിടുത്തെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു, വൈ ആർ യു ഹിയർ വിത്തൗട്ട് പ്രോപ്പർ സിവിൽ ഡ്രസ്, ഫോർമൽ ഡ്രസ് ഇല്ലാണ്ട് എന്തിനാ ചോദിച്ചു. ചുമ്മാ ഓഫീസിൽ പോയതാ? ചുമ്മാ പോയപ്പോ ചോദിച്ചാ. എന്നിട്ട് ഞാൻ കാണാൻ വന്ന ആളെ പിടിച്ച് ഫയർ ചെയ്ത് വിടും. ഫയർ എന്ന് വെച്ചാല് തന്റെ റെഫറൻസിന് വന്ന ആളാണ്, പറഞ്ഞൂടെ ഫോർമൽ ഡ്രസ്സിൽ വന്നൂടെ. അതൊക്കെ കപ്പലിൽ പോരെ. പക്ഷെ അല്ല, ഞങ്ങൾ ഇവിടെയും അതൊക്കെ കീപ്പ് ചെയ്ത് പോകണം. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ പിള്ളേരോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല.